കടലാണെങ്കിൽ എപ്പോഴും ഉണ്ടല്ലോ അവിടെ, അടയ്ക്കത്തൊന്നുമില്ലല്ലോ. ആ അത് തന്നെയല്ലേ, ശാരദ തന്നെ ഡ്രസ്സ് ഒന്നും മാറിയില്ലല്ലോ ഇതുവരെ. ആ ശാന്തേച്ചി, ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എടാ നിന്റെ ഡ്രസ്സ് സൂപ്പറാ. എന്റെ മുടി ഒന്ന് ആരെങ്കിലും കെട്ടി തരുമോ? ഇനി നമ്മളെ ഞാൻ കെട്ടിത്തരാം. ഓ എനിക്ക് വയ്യ, കുറെ നേരമായല്ലോ എന്തായാലും. പിന്നെ ആന്റിയല്ലേ പറഞ്ഞ കടൽ അടയ്ക്കത്തില്ലെന്നൊക്കെ. എന്നാലും നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ഉള്ളൂ, രാത്രി ചെന്ന് കഴിഞ്ഞാലേ. ചേട്ടാ ഞാൻ റെഡി ആയി കേട്ടോ. ഹായ് അമ്മയുടെ നല്ല സൂപ്പർ ഡ്രസ്സ്. ചേച്ചി ഇവിടെ തലമുടി കെട്ടിക്കൊണ്ടിരിക്കുവാണ്, ഇതുവരെ തീർന്നില്ലേ? അയ്യോ സമയം എത്രയായി ശാരദേ? ഇപ്പൊ തന്നെ 6:45. 7 മണിയാകുമ്പോ ഇരുട്ടായി തുടങ്ങും. പിന്നെ അയ്യോ 6:45. പിന്നെ എങ്ങനെ പോകും നമ്മള്? മുടിയൊക്കെ കെട്ടി കഴിഞ്ഞു, എന്നാലും നമ്മൾ ഇത്ര താമസിച്ചപ്പോ ഇനി എങ്ങനെ കടലിൽ പോകും? ശാരദയ്ക്ക് തന്നിട്ട് ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നത്, ഇത്ര താമസിച്ചത് കണ്ടില്ലേ? വേണ്ട ചിരിച്ചും കളിച്ച് നിൽക്കുന്നു ശാരദ. ഓ ഞാൻ പോകുന്നതിന്റെ സന്തോഷത്തിക്കോ ചേച്ചി, രാത്രി ആയാലും എന്താ? ഇതിപ്പെല്ലാം നേരെ തിരിച്ചായോ? ആദ്യം ആണെങ്കിൽ ശാരദ ആന്റിയാ പറഞ്ഞത് രാത്രി ആയിട്ട് പോകണ്ടെന്ന്. ഇപ്പൊ തന്നെ അമ്മ പറയുന്നത് പോകണ്ടത് രാത്രി ആയപ്പോഴും. ആ എന്തായാലും ഒരുങ്ങി തല്ലേ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. കണ്ട ശാന്തി ചേച്ചി, എനിക്കറിയാം പോയില്ലെങ്കിൽ അവനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും അറിയാം. എന്നാ പിന്നെ ഇപ്പൊ കൂടുതൽ സംസാരിച്ചു നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോകാം. പിള്ളേരെ രാത്രി കടലിൽ ഇറങ്ങല്ലേ? ദൈവമേ, ഒരു ഒറ്റ മനുഷ്യരുണ്ട് നോക്കി ഈ കടൽ തീരത്തെങ്ങാനും. ഞാൻ അപ്പോഴേ പറഞ്ഞ രാത്രി വരണ്ടാന്ന്. ഒറ്റ ഒരു ബോട്ട് മാത്രം ഉണ്ട് ഈ കടൽ തീരത്ത്. എടി അമ്മ നീ ഇങ്ങോട്ട് പോവാടി. ഈ പിള്ളേർ അങ്ങനെയുണ്ടോ? അമ്മ ഇങ്ങോട്ട് കയറ്. അമ്മ ഇറങ്ങിക്കുന്നുണ്ട്, ചേട്ടാ കുട്ടുമ്പോൾ ഇറങ്ങണമെന്ന് കിടന്ന് അറിയുന്നേ. അയ്യോ ഞാനില്ലേ രാത്രി ഇറങ്ങാൻ, എനിക്ക് പേടിയാ. എടി അമ്മണി നീ എന്റെ ജിപ്പ് അടി വാങ്ങിയ കേട്ടോ. ആ ഇനി അടുത്ത ഞണ്ടിന്റെ പുറകെ പോന്നീ. ഈ കൊച്ചിന് എന്തിന്റെ അഹങ്കാരം ഇത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒന്ന് ഒറ്റ അടിയാൻ വെച്ചിരുന്നു നിനക്ക് കേട്ടോ. എടി അമ്മണി അവിടെ നിൽക്കാന്ന് പറഞ്ഞു നിന്നോട്. ഈ കൊച്ചിന് രണ്ട് അടി കൊടുക്കാൻ പോവാൻ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാവുന്നു. ചേച്ചി അമ്മയെ കടലിൽ ഇറങ്ങിക്കുന്നോണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അവളങ്ങ് കൊറേ ദൂരത്താ പോയി നിൽക്കുന്നത്. എന്താ ഇവിടെ പ്രശ്നം? അയ്യോ നിങ്ങൾ ഇവിടുത്തെ ലൈഫ് ഗാർഡാണോ? ആ ഞാൻ ലൈഫ് ഗാർഡാ. എന്താ ഇവിടെ പ്രശ്നം? അയ്യോ അത് നിങ്ങളുടെ മോളായിരുന്നോ? എനിക്കൊരു കൊച്ചിനെ കിട്ടി കടലിൽ നിന്ന്. ഇല്ലില്ല നിങ്ങൾ ഒന്നും പേടിക്കണ്ട, മോക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ രക്ഷിച്ചു. ഞാനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാൻ പോവായിരുന്നു. അപ്പോഴേ നോക്കിയപ്പോ കടൽ തീർത്തിറങ്ങി എന്തോ സാധനം കിടന്ന് ഇങ്ങനെ കിടന്നു. അപ്പൊ ഞാൻ മീനാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായത് മനുഷ്യനെന്തോ വന്ന്. അങ്ങനെ വന്ന് നോക്കിയപ്പോഴേ കണ്ടത്. ഇനി നിങ്ങൾ ഇങ്ങനെ മേലെ രാത്രി ഇവിടെ വന്നേക്കരുത് കേട്ടോ ബീച്ചില്. എന്തായാലും ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും പോകാൻ നോക്ക്. ആ ശരി സാറേ.